ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളത്തിലെ അക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനെ പരിചയപ്പെടാം കേട്ടോ. വാവ്, ഇതെന്താണ്? ആ, മഴവില്ലാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മഴവില്ല് ഇഷ്ടമാണോ? ഇഷ്ടവുമാണ് അല്ലേ? എങ്കിൽ പറഞ്ഞേ, മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? അതെ, 7 നിറങ്ങൾ അല്ലേ? എല്ലാ നിറങ്ങളും കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ഈ മഴവില്ലിലാണ് നമ്മുടെ അക്ഷരക്കുട്ടൻ ഒളിഞ്ഞു നിൽക്കുന്നത്. നോക്കാം ആരാണെന്ന്. ദേ, ഇതുപോലെയാണ് ആ അക്ഷരം. കൂട്ടുകാർക്ക് മനസ്സിലായോ? എങ്കിൽ പറഞ്ഞേ, ഇതാരാ? റാ. ആരാണിത്? റാ. ഒന്നും കൂടെ പറഞ്ഞേ, റാ അല്ലേ? മഴവില്ലിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആ അക്ഷരം ആരാണ്? റാ അല്ലേ? 7 റാകൾ അടുക്കി അടുക്കി വെച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? മഴവില്ല് അല്ലേ? കൂട്ടുകാർ ഉറക്കെ പറഞ്ഞേ, ആരാണിത്? റാ. റാ അല്ലേ? റാ എന്ന അക്ഷരമാണിത്. അപ്പോൾ കൂട്ടുകാർ നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ റാ എഴുതുന്നതെന്ന്. ഇതുപോലെ നമുക്ക് എഴുതാം, മഴവില്ല് പോലെ അല്ലേ? എളുപ്പമല്ലേ? റാ. കൂടെ പറഞ്ഞേ, റാ. റാ അല്ലേ? റാ എഴുതാൻ വളരെ എളുപ്പമാണ്. നമുക്ക് റാ ഉപയോഗിച്ച് ഒരു മഴവില്ല് വരച്ചാലോ? അപ്പോൾ പറഞ്ഞേ, ആദ്യം നമ്മൾ ഏത് കളറിലുള്ള റായാണ് വരയ്ക്കേണ്ടത്? വയലറ്റ് കളറിലുള്ള ഒരു റാ വരച്ചു അല്ലേ? ഇനിയോ? ഇൻഡിഗോ റാ അല്ലേ? നീല കളറിലുള്ള റാ വരച്ചു. വേഗം വരച്ചേ, അടുത്ത റാ ഏതാ? പച്ച കളറിലുള്ള റാ, മഞ്ഞ കളറിലുള്ള റാ, ഓറഞ്ച് കളറിലുള്ള റാ, അവസാനം ചുവപ്പ് കളറിലുള്ള റാ അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താ വരച്ചത്? മഴവില്ല് വരച്ചു, റാ എന്ന അക്ഷരം ഉപയോഗിച്ച് അല്ലേ? അപ്പോൾ റാ വരക്കാൻ കൂട്ടുകാർക്ക് എളുപ്പമല്ലേ? എളുപ്പമാണ് അല്ലേ? അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ റാ വരച്ച് മഴവില്ലും വരയ്ക്കണം കേട്ടോ. ഇനി കൂട്ടുകാർ ഇവിടേക്ക് നോക്കിക്കേ, 2 വരകൾക്കുള്ളിൽ എങ്ങനെയാണ് റാ എഴുതുന്നതെന്ന് നോക്കിക്കേ. ഇതുപോലെയാണ് റാ വരയ്ക്കേണ്ടത്. ഇതുപോലെ ഒരു റാ, ഇതുപോലെ റാ വരയ്ക്കണം. റാ റാ അല്ലേ? നല്ല എളുപ്പമാണ്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ റാ വരച്ചു നോക്കുമോ? നോക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം സുമി കിഡ്സ് ടി വി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.